ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തനംതിട്ട സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മൂർത്തിയാണെന്നുണ്ടെങ്കിൽ നയനേനെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ നയനെ കാണാൻ വേണ്ടി റോട്ടിലേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരും കാണാണ്. കൂടെ എലിസബത്ത് ചേച്ചി ഉണ്ട് കേട്ടോ. നയനെ മോളെ നീ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കണം, രാത്രി നന്നായിട്ട് ഉറങ്ങണം, നിനക്ക് കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പം പച്ചമരുന്നുകളും നാട്ടുമരുന്നുകളൊക്കെ നമ്മുടെ എലിസബത്തിന്റെ കൈ കൊടുക്കുകയാണ്. അത് മാത്രമല്ല മുത്തശ്ശനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നയനെ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത് തന്നെ കേരളത്തിനെ പ്രതിനിധീകരിച്ചിട്ട് ഒരു ജ്വല്ലറിയുടെ വലിയൊരു ഒരു സംഭവം, അതായത് ഒരു ചെറിയൊരു ആർട്ട് പോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജ്വല്ലറിക്കാരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. മൂർത്തിസ് ജ്വല്ലറിയും പങ്കെടുക്കുന്നതായിരിക്കും. മോളുടെ എല്ലാ സഹായവും വേണം, മോള് വേണം ഇതിനെന്തായാലും മൂർത്തിസ് ജ്വല്ലറിനെ വിജയിപ്പിക്കാനായിട്ട്. അത് ഞാൻ ഏറ്റു മുത്തശ്ശ. പക്ഷേ എന്നിട്ട് മോൾ ഉറങ്ങാതിരിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. മോൾ നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ച് നല്ല കുറേ ഡിസൈനുകൾ ചെയ്തു തന്നാൽ മതി. മുത്തശ്ശ ഒന്നും കൊണ്ട് പേടിക്കണ്ട. പിന്നെ എൻ ജ്വല്ലറി ഈ പ്രാവശ്യം എന്തായാലും വീണ്ടും തോൽക്കും. കാരണം നമ്മുടെ ആളാണല്ലോ അവിടെ ഉള്ളത്. ഞാൻ അയച്ചെടുക്കുന്ന ഡിസൈനാ അവള് അവിടെ എൻ ജ്വല്ലറി പ്രസന്റ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് മുകളിലായിട്ട് ആരും വരാൻ ചാൻസ് ഒന്നുമില്ല മുത്തശ്ശ എന്ന് പറയണം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൂടി നമ്മൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് താഴേക്ക് നോക്കേണ്ട ഒരു ആവശ്യം വരില്ല. കാരണം ഇനി മുകളിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ കാൽവെപ്പ്. പിന്നെ ആദർശിനെ ഞാൻ എന്തായാലും ഉടനെ തന്നെ ആദർശിനെ മോളെ അനന്തപുരി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ശരി മുത്തശ്ശ, എങ്കിൽ ഞാൻ എൻ്റെ എല്ലാ കഴിവും പുറത്തെടുത്തായിരിക്കും ഈ ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു നെക്ലസും ഇപ്പം നെക്ലസിന്റെ ഡിസൈൻ ആണെങ്കിൽ ട്രഡീഷണൽ ആണെങ്കിൽ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം മുത്തശ്ശ എന്നൊക്കെ നയനെ പറയാണ്. അങ്ങനെ മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അവന്തിക്കടുത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അഭി പറയണ്ട, എങ്ങനെയെങ്കിലൊക്കെ നീ അനീനെ വിവാഹം കഴിച്ചിട്ട് മൂർത്തി ജ്വല്ലറി നീ നിന്റെ ആക്കാൻ വേണ്ടി നോക്കണമെന്ന് പറയണം. അതേസമയം അനാമികടുത്താണെന്നുണ്ടെങ്കിൽ ബന്ധം വേർപിരിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നവിയും പറയണ്ട. അപ്പൊ അനാമിക ചോദിക്കണ്ടല്ല, ഇത്രയും നാൾ വക്കീൽ പറഞ്ഞത് ബന്ധം വേർപിരിയണ്ട, അവര് നല്ലൊരു പൈസ തരുമ്പോഴേക്കും നഷ്ടപരിഹാരം തരുമ്പോൾ മാത്രം ബന്ധം വേർപെട്ടാൽ മതി, എന്നിട്ട് ഇപ്പൊ പറയണത് ബന്ധം വേർപെടുത്തിക്കുന്ന വക്കീൽ എന്താ രണ്ട് വർത്തമാനം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അതെ ഞാൻ അനാമികയുടെ വക്കീലല്ല, ഞാൻ അനിയുടെ വക്കീലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ അവരുടെ കൂടെ നിൽക്കേണ്ടത്. അതുകൊണ്ട് അനാമിക എത്രയും പെട്ടെന്ന് ബന്ധം വേർപിരിയണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അനാമിക പറഞ്ഞിട്ട് പറ്റില്ല, ഞാനൊരു എമൗണ്ട് മനസ്സിൽ കണ്ടിട്ടുണ്ട്, ആ എമൗണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ബന്ധം വേർപെടുത്തുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന പയ്യനും കൂടി ഇവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകാനാണ് പരിപാടി. അപ്പൊ അതിനെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണം. അത് കിട്ടി നവീൻ പുച്ഛത്തോടെ ചിരിച്ചു ചോദിക്കണ്ടോ, ഓഹോ അപ്പൊ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവന്റെ കൂടെയാണ് പോകാൻ പോണത്? അതൊന്നുമല്ല, അയാളുടെ കയ്യിൽ നല്ല പൈസയുണ്ട്. പിന്നെ എനിക്ക് അയാളുടെ കീഴിൽ നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലും കുറച്ച് പൈസയും ബാലൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ, നമുക്കും ഇല്ല അഭിമാനമൊക്കെ എന്ന് പറയുമ്പോൾ നവീൻ പുച്ഛത്തോട് ചിരിക്കണം. ആർക്ക്? അനാമികക്കോ ബാഹുലയനോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. അതെ, കളിയാക്കൊന്നും വേണ്ട. എന്തായാലും 15 കോടി കിട്ടിയാൽ മാത്രമേ ഞാൻ അനിയായിട്ടുള്ള ബന്ധം വേർപെടുത്തുള്ളൂ എന്ന് വേണ്ട അനാമിക ഒറ്റ കാലിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ മുത്തശ്ശൻ അതുപോലെ തന്നെ നമ്മുടെ നയനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഒരു നമ്മുടെ പൊതു ശത്രു നാഗേന്ദ്രനാണെന്ന് മനസ്സിലാക്കി. പക്ഷേ എൻ ജ്വല്ലറിയുടെ CEO നാഗേന്ദ്രനാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അതിന്റെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പുതിയൊരു സംഭവം വരുന്നുണ്ടല്ലോ. ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നയനയുടെ എല്ലാ കഴിവും പുറത്തെടുത്തിട്ട് നല്ല കുറെ ഡിസൈൻസ് വരയ്ക്കുക കേട്ടോ. അതേസമയം അഭിയാണെങ്കിൽ മാളവികയടുത്തും പറയണ്ട, മാളവിക കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് അത് ആകെ ചളവായിപ്പോയി, നമുക്ക് ആ ഒരു ഡീല് കിട്ടിയില്ല. അത് കിട്ടിയത് മൂർത്തിസ് ജ്വല്ലേഴ്സിനാണെന്ന് മാളവികക്ക് അറിയാലോ. ഈ പ്രാവശ്യം ആ കുറവുകളൊക്കെ നികത്തിയിട്ട് മാളവികയുടെ എല്ലാ കഴിവും പുറത്തെടുത്തിട്ട് വേണം പുതിയൊരു ഡിസൈൻ തയ്യാറാക്കാനായിട്ട്. ആര് കണ്ടാലും കൊതിക്കുന്നൊരു ഡിസൈന്, ആ നയന ഡിസൈനേക്കാളും കവച്ചു വെക്കണം മാളവിക ഡിസൈൻ. മാളവിക പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ. ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങൾ നമ്മൾ കൊടുത്ത ഡിസൈനിൽ വളരെ കുറവായിരുന്നു. നയനാസ് ഡിസൈൻ ആണെങ്കിൽ ട്രഡീഷണൽ ആഭരണങ്ങളാണ് ഏറ്റവും കൂടുതൽ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് പോയിന്റ്സ് കൂടുതൽ കിട്ടി, ആ ഡീൽ അവർക്ക് കിട്ടിയത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല. അവർ ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും പുതിയ ഡിസൈനിലുള്ള നെക്ലസും വളകളും ആഭരണങ്ങളാണ് കാഴ്ചവെക്കേണ്ടതെന്ന്. അതെന്തായാലും ഞാൻ ചെയ്തു തന്നിരിക്കും സർ. അതെ, മാളവികയിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. മാളവികയ്ക്ക് ഞാനൊരു വാക്ക് തരുകയാണ്. നോക്ക്, ഞാൻ ഈ ജ്വല്ലറിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് മാളവികയുടെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഈ കമ്പനിയുടെ MD ആയാലും CEO ആയാൽ പോലും മാളവിക എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ ഉണ്ടാവും. അത് ഞാൻ മാളവിക തരുന്ന ഉറപ്പാണ് സർ.
സാറിന്റെ കൂടെ ഇരിക്കാൻ സാറിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് സമ്മതിക്കോ സാറിന് എന്റെ കൂടെ ചേർന്ന് നിൽക്കാനായിട്ട്? ഭാര്യ? അവളെ ആര് ഭാര്യയായിട്ട് കാണുന്നു? പണം കണ്ട് മാത്രം എന്നെ കൊതിച്ച് വന്നവളവള്, ആർക്ക് വേണം അവളെ എന്ന് പറയണം മാളവിക. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ പോലത്തെ ഒരു പെണ്ണിനെയാണ്. മാളവിക അടുത്ത് ഞാൻ പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റില്ല. നോക്ക്, ഈ ഒരു പുതിയ ഒരു ഡിസൈൻ മാളവിക കണ്ടുപിടിക്കണം. ആരും കൊതിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആരുടെ കണ്ണ് മഞ്ഞിച്ചു പോകുന്ന തരത്തിൽ ഒരു ഡിസൈൻ മാളവിക ഇന്ന് തന്നെ തയ്യാറാക്കണം. അതിനുശേഷം നമുക്ക് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴേക്കും നമ്മൾ തന്നെ ജയിക്കണം. 100% അല്ല 101% നമ്മൾ തന്നെ ജയിക്കും എന്ന് പറയണം. മാളവിക മനസ്സിൽ ചിരിക്കുകയാണ്. പിന്നെ ജയിച്ചേ തന്നെ, താൻ നോക്കിക്കോ, തന്നെ തോൽപ്പിച്ച് എല്ലാവരുടെ മേൽ ഓണം കെടുത്തു ഞാൻ എന്നൊക്കെ പറഞ്ഞ മാളവിക അകത്തേക്ക് കയറി പോകുന്ന കേട്ടോ. എന്നിട്ട് നയനെ വിളിച്ച് പറയണ്ടേ, എന്തോ പുതിയൊരു മത്സരം വരികയാണെന്ന് പറയണ്ടേ, അതിൽ ചെയ്യാനായിട്ട് കുറെ ഡിസൈൻ വേണമെന്ന് പറയേണ്ടിയിരിക്കുന്നത്. മേഡത്തിന് ബുദ്ധിമുട്ടാവുമല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല മാളവിക, എന്നെ മുത്തശ്ശൻ വിളിച്ചിരുന്നു. എന്തായാലും മൂർത്തീസ് ജ്വല്ലേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡിസൈൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതിനേക്കാളും കുറച്ച് താഴെ നിൽക്കുന്ന ഒരു പടി, 2-3 പടി താഴെ നിൽക്കുന്ന കുറച്ച് ഡിസൈൻ ഞാൻ മാളവികക്ക് വരച്ചു തരാം. മാളവിക അത് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ മേഡം, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കാണ്. അവിടേക്ക് നമ്മുടെ അവന്തിക ഇങ്ങനെ വരുന്നില്ലെങ്കിൽ പോലും ഈ മാളവികയിലും അവന്തികക്ക് എന്തോ ഒരു സംശയം കേട്ടോ. അവന്തിക നമ്മുടെ അബീനെ കണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ, നമ്മുടെ ജ്വല്ലറിലെ പുതിയ ഡിസൈനർ അല്ലേ ആ മാളവിക? അവർ വന്ന സമയത്ത് നല്ല അടിപൊളി ഡിസൈനാണ് നമുക്ക് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ കഴിവ് കുറച്ച് കുറഞ്ഞോന്ന് എനിക്കൊരു സംശയം. അവർ വേറെ എവിടെ നിന്നൊക്കെയോ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടാണോ നമുക്ക് വരച്ചു തരുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒന്നുമില്ല, അത് നിന്റെ വെറും തോന്നലാണ്. തോന്നലായ കൊള്ളാം, പറയാൻ പറ്റില്ല, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് വേണ്ട അവന്തിക പോകുവാട്ടോ. പക്ഷെ അവന്തികക്ക് നല്ല സംശയമുണ്ട് മാളവികനെ. മാളവിക ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചാരപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടാണോ AN ജ്വല്ലറിലേക്ക് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവന്തികയുടെ ഒരു കണ്ണ് ഇനി ഞങ്ങളുടെ മാളവികയെ തന്നെ ആയിരിക്കോട്ടോ. കാരണം ഒരു മത്സരം കൂടി നടക്കാൻ പോവാണല്ലോ. ആ മത്സരത്തിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തോറ്റ് തുന്നമ്പാടി AN ജ്വല്ലറി വീണ്ടും മൂർത്തീസ് ജ്വല്ലറിന്റെ തൊട്ടടുത്ത് എത്തും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാളവികനെ മാക്സിമം പ്രഷർ ചെയ്യണം, എങ്ങനെയെങ്കിലൊക്കെ ജയിപ്പിച്ച് തരണം മാളവിക. നീ ഇത് ജയിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ നീ ഡിസൈൻ ചെയ്യണ ജ്വല്ലറി മുഴുവൻ, ആ ജുവൽസ് മുഴുവൻ നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദർശ് മാളവികനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നീ ഒന്നും കൂടി ടെൻഷൻ ആവണ്ട, നിന്റെ പണി ഏകദേശം തീരാനായി AN ജ്വല്ലറിയില്. അവിടുത്തെ ശത്രുക്കൾ ആരാണെന്നൊക്കെ ഏകദേശം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൾ കൂടി അവിടെ നീ പിടിച്ചു നിന്നാൽ മതി, ഏറിയാൽ 1 മാസം. അതിനുള്ളിൽ നീ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിക്കോ. മൂർത്തീസ് ജ്വല്ലറി നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. എനിക്കറിയാലോ സർ, ഞാൻ എന്തായാലും 1 മാസം അത്രയ്ക്ക് എനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു മത്സരം കൂടി കഴിയട്ടെ, അതിനുശേഷം നിനക്ക് മൂർത്തീസ് ജ്വല്ലറി പഴയ പോലെ തന്നെ ജോയിൻ ചെയ്യാം. ശരി സർ, ആയിക്കോട്ടെ എന്ന് മാളവിക പറയാണ്. അവന്തികക്ക് നല്ല സംശയമാണ് മാളവിക എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവന്തിക തന്നെ ആ മഹാസത്യം കണ്ടെത്താണ്. മാളവിക മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു സ്പൈ വർക്കിന് വേണ്ടി മാത്രം ഇവിടേക്ക് വന്നിരിക്കുന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ മാളവികനെ ആ ഒരു ദേഷ്യം ഫുള്ളും അവന്തിക തീർക്കുന്ന മാളവികനെ ഇല്ലാതാക്കിക്കൊണ്ടിട്ടായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, മാളവിക മരിക്കും കേട്ടോ, അതിലൊരു സംശയവും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.